പരിപ്പ് പായസം കുടിക്കാൻ ഒടുക്കത്തെ കൊതി, തേങ്ങ ചിരണ്ടാനാണെങ്കിൽ അതിലും മടി. അപ്പോഴാ നമ്മുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ഉണ്ടല്ലോ, പിന്നെന്താ. അപ്പം തന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയി പരിപ്പും വാങ്ങിച്ചു, പൗഡറും വാങ്ങിച്ചു. പരിപ്പ് നമ്മുടെ ചെറുവയറ്റിൻ പരിപ്പാണ് കേട്ടോ. 3/4 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എളുപ്പ വഴിയാണേ. ഇത് കഴുകുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് വറുത്ത്, ചുവക്കണ്ട എന്നാലും നന്നായിട്ട് മൂക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വറുക്കണം. ഞാനൊരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. അതിൽ പരിപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ സദ്യക്കൊക്കെ പോയിട്ട് പായസം കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് നമ്മൾ വീട്ടിൽ കുറേ വയ്ക്കുമ്പോൾ കിട്ടത്തില്ല. കാര്യം ഇത് കുറച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലൊക്കെയാണ്. നമ്മുടെ പരിപ്പ് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് മൂത്ത് പോവും. ഇത് ഞാനൊരു ചെറിയ പാത്രത്തിലോട്ട് മാറ്റി അതിൻ്റെ ഒന്ന് ചൂടൊന്ന് ആറിക്കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലോട്ടിട്ടിട്ട് വേവിക്കണം. കുക്കറിലോട്ടിട്ടിട്ട് 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു 4 വിസിൽ കൊടുത്തു കേട്ടോ. 4 വിസിലിന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ കുക്കിംഗ് കാണിക്കാനുള്ളൊരു എളുപ്പത്തിന് ഒരു ചീനച്ചട്ടിയിലോട്ട് മാറ്റി അത് തിളച്ച് വന്നപ്പോഴേക്കും ഒരു 3/4 കപ്പോളം ശർക്കരപ്പാനി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. 3/4 കപ്പ് പിന്നെ ഒരു ഇച്ചിരി കൂടെ ഒഴിച്ചു കേട്ടോ. അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. അതങ്ങ് തിളച്ച് വന്നപ്പോഴേക്കും നന്നായിട്ട് തിളച്ചൊരു 10-15 മിനിറ്റോളം തിളപ്പിച്ചു. ഞാൻ ഒന്ന് കുറുകി വന്നപ്പോഴേക്കും നമ്മുടെ കോക്കനട്ട് മിൽക്ക് പൗഡറും കൂടെ ഒഴിച്ചു. ശേഷം 2 സ്പൂൺ നെയ്യ് നമ്മളൊരു കുഞ്ഞ് ചീനച്ചട്ടിയിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോഴേക്കും ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാക്കൊത്ത് മസ്റ്റാണേ. തേങ്ങാക്കൊത്തും പിന്നെ കാഷ്നട്ടും കൂടിയിട്ട് നന്നായിട്ട് മൂപ്പിച്ചു. ഇതിൻ്റെ ഇടയിൽ ഞാൻ ജീരകം, ഏലക്ക പൊടിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് മിസ്സായിപ്പോയി. ഇത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ പായസത്തിലോട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പായസം റെഡിയാണ്. പെട്ടെന്ന് കുടിക്കാനുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. നമ്മളിപ്പോൾ തേങ്ങയൊക്കെ ചിരണ്ടി വരുമ്പോഴേക്കും ഒത്തിരി ടൈം എടുക്കുമല്ലോ. പിന്നെ ഇപ്പോൾ എന്നെപ്പോലെ എല്ലാവർക്കും മടിയൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മുടെ പായസം റെഡിയാണ്. ഞാൻ കുടിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ ദെൻ ബൈ. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ ബൈ, ലവ് യു ഓൾ.